ആട് 3 ആട് ഒരു ഭീകരജീവിയായി തുടങ്ങിയ ഫസ്റ്റ് പാർട്ടിൽ നിന്നും ആടിൻ്റെ പൂടം മാത്രമായൊരു തേർഡ് പാർട്ടായിട്ടാണ് ആട് 3 കണ്ടപ്പോൾ തോന്നിയത്. കുളിപ്പിച്ച് കൊച്ചില്ലാതായ ഒരു അവസ്ഥ അല്ലേ. നമുക്ക് നമ്മുടെ ഹൈ റേഞ്ചും ഇടുക്കിയാണോ സ്ഥലം, ഇടുക്കിയും വടംവലിയൊക്കെ മതിയായിരുന്നു. ഇതൊരുമാതിരി ബാഹുബലിയും എന്തൊക്കെയോ കാണിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മാണ്ടമാണെന്ന് കാണിക്കാൻ എന്തൊക്കെയോ ചെയ്തു. എന്താ ഇത്? പക്ഷെ ഇത് എൻജോയ് ചെയ്തവരുണ്ട്, നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു ചേച്ചിയൊക്കെ ചിരിക്കാനായിട്ട് ആരെ കണ്ടാലും ഞാൻ ചിരിക്കുമെന്നും പറഞ്ഞ് തിയേറ്ററിൽ കിടന്ന് മാരക ചിരി. ആ ചേച്ചിയുടെ ചിരിയണ്ട ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സിനിമയായിട്ടാണ് ആട് 3 ഫീൽ ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ എടുത്ത് പറയണമല്ലോ, ഇതൊരു നന്ദിയുണ്ട്. സാധാരണ ഈ സെക്കൻഡ് പാർട്ടൊക്കെ വരുമ്പോൾ മുമ്പേ ചെയ്ത BGM ഒക്കെ കുറച്ചുകൂടി പണി ചെയ്ത് നശിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ BGM മാത്രം ഇട്ടുകൊണ്ടാണ് ഈ സിനിമ കുറച്ചെങ്കിലും ഒരു സംഭവം. നമുക്കൊന്നും തോന്നിയില്ലെങ്കിലും ആ BGM കേട്ടിട്ട് ഉള്ളിലൊരു അറിയാതെ ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീലും ആ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. പക്ഷേ സ്ക്രീനിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇൻട്രോ ആയാലും ചില സീൻസൊക്കെ ആയാലും അങ്ങനത്തെ കുറേ സീൻസ്. പടം നമ്മൾ ആട് 2-ൻ്റെ കണക്ക് തന്നെ പോയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ആയിരുന്നു. അതായത് പുതിയ ഇപ്പോഴത്തെ ഇത് കാണിക്കുന്നതെല്ലാം നല്ല രീതിയിൽ, എല്ലാം എന്നല്ല കുറേ കാര്യങ്ങൾ വർക്കാവുന്നുണ്ട്. പക്ഷെ പഴയത് വലിയ സ്കെയിലിൽ എടുത്തു വെച്ചേക്കുന്ന പടം, അതായത് ഭയങ്കര സ്കെയിലിൽ സത്യത്തിൽ ചിരിച്ച കോമഡി എന്ന് വെച്ചാൽ നമ്മൾ ആട് 2-ല് അദ്ദേഹം ഇതില് അവരെ കൗണ്ടേഴ്സ് ഓരോ അത് നാച്ചുറൽ ആയിട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള കുറേ അടുത്ത് നമുക്ക് ചിരിക്കാൻ പറ്റും. പക്ഷെ അതേപോലെ തന്നെ കുറേ അടുത്ത് ഇവര് ചുമ്മാ കോമഡിയാണ് സാധനം. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് കുറെ കാര്യങ്ങൾ വർക്ക് രാവിലെ ആരോ രാജാപ്പാട്ട് നാടകം എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ തന്നെ സെറ്റിട്ട് ഇവര് ഈ ടൈം ട്രാവൽ കാണിക്കുന്ന സമയത്ത് ഇതങ്ങ് നീട്ടി നമുക്കങ്ങ് ഇത് എന്ത് തീരുന്നില്ലേ. അതല്ല, ഈ ടൈം ട്രാവൽ കാണിക്കുന്നതിന് മുന്നേ തന്നെ എന്നുവെച്ചാൽ ആട് സിനിമ ഉണ്ടല്ലോ, ആടിന്റെ എന്താ പഴയ കാലത്ത് ആടിന്റെ സിനിമ, പുതിയ കാലത്ത് ആടിന്റെ ടെംപ്ലേറ്റ്, ആ തുടക്കം തൊട്ട് അവസരം അങ്ങനെ പോയിട്ടങ്ങ് വലിച്ചഴിക്കുക. കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലേ എത്ര നേരം എന്ന് പറഞ്ഞാൽ കുറെ കോമഡി എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. പക്ഷെ ആ അവസാനത്തെ 10 മിനിറ്റ് അത് നല്ല രസമായിരുന്നു. ഫസ്റ്റ് പാർട്ടിന്റെ സ്ക്രിപ്റ്റിലെ അതേ സീൻസ് സെക്കൻഡ് പാർട്ടിൽ എന്താണ് രാജാപ്പാട്ട് ബാഹുബലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ബാഹുബലിയല്ല സോറി, രാജാപ്പാട്ട് സെറ്റപ്പിലോട്ട് അങ്ങോട്ട് മാറ്റി എഴുതിയേക്കും. അത് നമ്മൾ ഓൾറെഡി കണ്ട സാധനമാണ്. അത് പിന്നെയും റെഫറൻസ് ഒക്കെ. പിന്നെ അതല്ലേ ഈ സണ്ണീവന്റെ ക്യാരക്ടർ, സർബഷേമിന്റെ ക്യാരക്ടർ എല്ലാം ഇതിങ്ങനെ മറിച്ച് സ്കെയില് വലുതാക്കാൻ വേണ്ടി മാത്രം ഇവര് അവിടുന്ന് ഹോളിവുഡിൽ നിന്ന് കുറച്ച് ആക്ടേഴ്സിനെ ഇറക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഹെലികോപ്റ്റർ കൊണ്ടുവരുന്നു. ഇതൊക്കെ കാണിച്ചിട്ടും ഇതൊക്കെ വർക്കാവുന്നവരുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇരുന്നപ്പോൾ മനസ്സിലായി. കുറേ പേര് ഇങ്ങനെ ചിരിക്കുക. നമുക്ക് ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയത്തില്ല, ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താ ലേസി റൈറ്റിംഗ് ആണ് എനിക്ക് തോന്നിയത്. ചില സ്ഥലത്ത് നല്ല രീതി വർക്ക് ചെയ്യും. ചിലത് നമ്മളെ ഫോഴ്സ്ഫുള്ളി ചിരിപ്പിക്കുന്ന ഒരു ചിരിക്കാൻ ആളുണ്ട്. വേറെ കാര്യം, അറ്റ്ലീസ്റ്റ് ഒരു ചിരിയുടെ കുറച്ച് ചിരിച്ചിട്ട് ഒരു 2-3 പാഴായപ്പോലും കുഴപ്പമില്ല. പക്ഷെ ഇത് 2 ചിരിച്ചാല് 20 ഇങ്ങനെ. ഈ സെക്കൻഡ് ഹാഫിൽ ഒരു അരമണിക്കൂർ അതിന്റെ ക്ലൈമാക്സിന് മുമ്പേ ആയിട്ട് ഒരു സീക്വൻസ് ഉണ്ട്. ഒരു പാലം വിളിക്കുന്നത് കഴിഞ്ഞിട്ടുള്ള എന്തിനും ഒട്ടും അങ്ങോട്ടേ എന്ന് വെച്ചാൽ എന്തൊക്കെയാ ചെയ്ത് കാണിക്കുക അവര്, എന്തൊക്കെയാ ചെയ്യുക. പടത്തിന്റെ ലെങ്ത് ഭയങ്കര. ഇത് ഇങ്ങനെ ഒന്ന് തീരണോന്ന് വെച്ചിരിക്കും. ഒന്നുമില്ല പടത്തില്, പ്രത്യേകിച്ച് ഒന്നുമില്ല പുതിയതായിട്ട് എഴുതാനായിട്ട് ഒന്നുമില്ല. ആകെ പഴയ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആകെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എന്താണ്, ഇവരെ ക്യാരക്ടേഴ്സിന് ഒരു ടൈം ലൈൻ എന്താണ്, രാജാവും അതുമൊക്കെ ആയിട്ട് വില്ലനും ഒക്കെ ആയിട്ട് എഴുതുക, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം അതുപോലെ തന്നെ. നടുവെട്ടുന്നതും അതൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു. അത്ര നാട്ടിൻപുറത്തെ കുറച്ച് വടംവലിയും കുറച്ച് അവരുടെ ഒരു ഫണ്ണായിട്ട് പോയിരുന്നെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ആയിരുന്നു. അതല്ലെങ്കിലും ഈ ഇൻട്രോയിൽ എത്തുമ്പോ ആ ക്ലൈമാക്സ് സംഭവം എത്തി, ആ പാർട്ട് 2 സെക്കൻഡ് പാർട്ട് ആക്കിയിരുന്നതിൽ സൂപ്പറാണ്. ഈ അവസാനത്തെ 10 മിനിറ്റ് നല്ല രസമായിരുന്നു കണ്ടിരിക്കാനുള്ളത്. പക്ഷെ ഇത്ര പോസിറ്റീവ്, പക്ഷെ പടം നല്ല രീതിയിൽ ഇച്ചിരി വലിയ സ്കെയിൽ, അതായത് ആദ്യം സെക്കൻഡ് പാർട്ട് എടുത്തിരിക്കുന്നതിലും അപ്പുറത്തോട്ട് സ്കെയിലിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഡെഡിക്കേഷൻ, ആക്ടേഴ്സിന്റെ എല്ലാം ഡെഡിക്കേഷൻ ഒരു 10 വർഷം കഴിഞ്ഞ് വരുവാന്ന് തോന്നില്ല. ജയസൂര്യയൊക്കെ അതേ സാധനം തന്നെ പിടിച്ചോണ്ട്. പിന്നെ അവരുടെ മേക്കപ്പ് അതെല്ലാം കൊള്ളായിരുന്നു. ജയസൂര്യയൊക്കെ ഒരു ഷാജി പാപ്പൻ എന്നുള്ള ഇതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല, കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ആ മീറ്റർ പിടിച്ച് തന്നെ അവരെല്ലാം ചെയ്തേക്കുന്നത്. അതായത് ഫുക്രുവിനെ മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്യാരക്ടേഴ്സ് കഴിഞ്ഞ തവണ ഇത്തവണ BGM മാത്രമേ ഉള്ളൂ, അല്ലാതെ ക്യാരക്ടേഴ്സിനൊന്നും ചെയ്യാനൊന്നും ഒന്നുമില്ല.
അതിൽ ആകെ ജയസൂര്യക്കും അതുപോലെ തന്നെ ധർമ്മജനും വേണ്ടി എഴുതിയ ഒരു സ്ക്രിപ്റ്റ്. പക്ഷേ സൈജോ കുറുപ്പിന് സംഭവമില്ല. മറ്റേ അതില് ഡ്യൂഡിന്റെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ടോ, പണ്ട് ഹോട്ടലിലായിരുന്നു പുള്ളി, ഇപ്പൊ മരുഭൂമി കിടക്കുന്നത്, അതൊന്നും ഒട്ടും വർക്കായില്ല. ഭയങ്കര പത്തറ്റിക് ആയിട്ട് കാണിച്ചിരുന്നത് കോമഡി ഇങ്ങനെയാണ് കോമഡിക്കായിട്ട് അങ്ങ് ചെയ്യുക. അതല്ല, ഇല്ല അതൊന്ന് ഒരാളുടെ ട്രാജഡി അവസ്ഥയെ നമുക്കൊരു ചിരിക്കാൻ തോന്നില്ല, അതൊക്കെ ഒരു ഫണ്ണായിട്ട് അത് നമുക്ക് വർക്കായി. ഏതാ സെക്കൻഡ് പാർട്ടി വർക്കായി, പക്ഷെ ഇതിനകത്ത് വർക്കാവുന്നില്ല. ആ സെക്കൻഡ് പാർട്ടി കണ്ടു കഴിഞ്ഞത് ചങ്ങലൊക്കെ കിട്ടിട്ടേ അതൊക്കെ കോമഡി ആയിട്ട്. ഇതിനകത്ത് ആകെ ഉള്ളത് ഷാജി പാപ്പനും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ധർമ്മജന് കുറെ കാര്യങ്ങൾ നമുക്ക് ചിരിക്കാറുണ്ട്. ഇവർ ഒരുമിച്ച് കൂടുമ്പോ ഉള്ള കുറെ ഫണ്ണുണ്ട്, അത് നല്ല രസം. പക്ഷെ അല്ലാതുള്ളതൊന്നും എനിക്ക് വർക്കായില്ല. പക്ഷെ നല്ല രീതിയിൽ സംഭവം കുറെ കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ കാണിച്ചേക്കുന്നു എല്ലാവർക്കും. പിന്നെ ഇവരുടെ പോസിറ്റീവ് ഉള്ളതെന്ന് വെച്ചാൽ അത്രയ്ക്കൊരു ഫാൻ ബേസ് ഉണ്ട് കേട്ടോ. ആ ബീജും അതിൽ കേൾക്കാനും അത് കാണാനും അതിന്റെ ഒരു ഹൈപ്പ് മാത്രമേ. അല്ലാതെ ഈ സിനിമയ്ക്കകത്തായിട്ട് ഒന്നും ചെയ്തില്ല. ഇൻട്രോ സീനായ ഇൻട്രോ ഒക്കെ എന്തൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് വെറുതെ ആ ബീജിയം കൊണ്ട് മാത്രമാണ്, വെറുതെ വണ്ടിയിൽ വരുന്നു കാണിക്കുന്നു, അതേപോലെ തന്നെ എല്ലാരെയും. എന്തായാലും മ്യൂസിക് ഡയറക്ടർ ഒന്നും ബീജിയം ഒരു തവണ ഇട്ടാ കുഴപ്പമില്ല. ഇന്ദ്രൻസിന് ഫുള്ള് ഇന്ദ്രൻസിന് ഒറ്റ സീൻ കാണിച്ചു നന്നായി. ഇന്ദ്രൻസിന്റെ ബീജിയം, സണ്ണിവേനാണ് അപ്പം ബീജിയം നന്നായി. ഷാൻ റഹ്മാൻ ഒന്നും ചെയ്യാതിരുന്നത്, അതുകൊണ്ട് പടം ലാസ്റ്റ് ഇതുപോലെ പാട്ടൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. പാട്ടൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, വെറുതെ പാട്ടിനോടുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് പാർട്ടൊക്കെ നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒരു തരത്തിലൊരു ഇത് തോന്നിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് പറ്റുന്നില്ല തിയേറ്ററിൽ നിന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് തീർന്നാൽ മതി എന്ന് വിചാരിച്ചു ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ മിഥുൻ മാനുവൽ തോമസിന് എന്തൊക്കെയോ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരെയൊക്കെ ഊക്കി, ഇടയ്ക്ക് ഡബ്സിയും വേടനെയൊക്കെ ഊക്കി വെക്കുന്നു കേട്ടോ. മൂവി ലൈൻസ് ഒക്കെ എഴുതിയിട്ട് അങ്ങനെ എന്തൊക്കെയോ പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ആ വൈബിൽ ഇരുന്ന് കാണുന്ന. ഇവിടെ ബ്രൊമാൻസ് ഇഷ്ടപ്പെട്ടവരുണ്ട്, അപ്പോഴാണോ ഇത്. അപ്പോൾ അതാണ് റൊമാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഷാജി പാപ്പന്റെ റൊമാൻസ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ റൊമാൻസ് നടക്കുന്നവരോട് ഇത് അവർക്കെന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്ത് കൂട്ടണം, ആ ഒരു ഇതായി ഒരുപാട്. പക്ഷെ കുറെ നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആ എഡിറ്റിംഗ് ടേബിളിലെങ്കിലും ആ സാത്താൻ സേവിയറിന്റെ ആ വിജയ് ബാബുവിന്റെ പാലം പണി ആ സീനൊക്കെ ഇച്ചിരി കട്ട് ചെയ്തെങ്കിൽ ഇത്തിരി. അതല്ലേ വിജയ് ബാബു പറഞ്ഞു, ഈ സിനിമ ഫസ്റ്റ് പാർട്ട് തന്നെ 4 മണിക്കൂർ ഉണ്ടായിരുന്നു. ഏതാ ഈ സിനിമ വെട്ടി ഇത്രയായിരുന്നു, കുറച്ചുകൂടെ വെട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായാണ്. പിന്നല്ല ഇത് വെട്ടി ഇതിനകത്ത് വെട്ടിയെന്നാ പറഞ്ഞ. അപ്പൊ ആ ലെങ്ത് ഒന്ന് ആലോചിച്ചോക്കെ, വെട്ടി നന്നായി. ഇന്നത് കുറച്ചുകൂടെ വെട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും നന്നായാണ്. അപ്പൊ അതാണ് ആടിന്റെ പൂട, അങ്ങനെ ഒരു പരിപാടി. ആടിനെ കാണിക്കുന്ന വടംവലി ഇല്ല, ആടും വടംവലി ഇല്ലെങ്കിലും അവരുടെ സംഭവങ്ങളായാലും മതി. ഇത് വലിച്ചഴിച്ചിട്ട് ഒന്ന് വേറെ രീതിയിലാക്കാൻ നോക്കിയതാണ്. ഇവർ ടോട്ടലി കഥ മാറും എന്നൊക്കെ പറഞ്ഞ ഇന്റർവ്യൂ വന്നിട്ട് ഇതെന്താണ് പഴയ ടെംപ്ലേറ്റ് തന്നെ എടുത്തിട്ട് പുതിയ സാധനം, പുതിയ അത് ആ സെയിം ലൈനും അമ്മച്ചിയുടെ സ്വർണവും, എന്നിട്ടില്ല ഷാജി പാപ്പൻ മറ്റേ പോയി പാപ്പ തേക്കും പാപ്പ, അതൊക്കെ ആ രണ്ടാമത്തെ പാട്ടി ജസ്റ്റ് ഒരു ഗ്ലിംസ് ആയിട്ട് കാണിച്ചപ്പോൾ നമുക്ക് വർക്കായ സാധനമാണ്. ഇതൊക്കെ ഇതിനകത്ത് വൻ കോമഡി ആയിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ആകെ അടുത്തൊരു പാർട്ടിനായിട്ടുള്ള ഒരു അതുപോലും ഇല്ല. ഇതിലൊരു സെക്കൻഡ് പാർട്ട് ആൾക്കാർ കാണും എന്ന് വെച്ചാൽ അങ്ങനെ രീതിയിൽ അവസാനം 10 മിനിറ്റ് നിർത്തിയേക്കുന്നത്. എനിക്കിതിലൊരു 30% കണ്ടന്റ് 70% ഗ്യാസ് അടിച്ച് മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു എന്തൊക്കെയോ ചേർത്ത് ഒരു പടമാക്കി അങ്ങ് ഇറക്കി, അങ്ങനെയാണ് തോന്നിയത്. അത് പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഇറക്കിയത്. അപ്പോൾ അതൊക്കെ കാണാനുണ്ട്. ഒരു സെറ്റ് ഇട്ടതായതുകൊണ്ട് കുറെ കാണിക്കണമല്ലോ എന്ന് കരുതി എന്തൊക്കെയോ ആ സെറ്റിൽ കിടന്ന് കാണിക്കണം. അതൊന്നും വേണ്ടായിരുന്നു, വെറുതെ ഇവരെ ചുമ്മാ അങ്ങ് പെർഫോം ചെയ്യാൻ വിട്ടാൽ മതിയായിരുന്നു. അങ്ങനെയാണ്. അതായത് ഇവര് ഇപ്പോഴത്തെ ആ ടൈം ലൈൻ അങ്ങനെ കാണിച്ചേക്കുന്നത്. അവർ നോർമലി പെർഫോം ചെയ്യും, അത് പക്ഷെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ കാണിക്കുന്നതെല്ലാം എനിക്ക് ഒരു ഡ്രമാറ്റിക് ആയിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കുറെ പാവം ഫുക്രൂനെയൊക്കെ ഒരു ഇതുമില്ല സൈഡിൽ നിർത്തി. ശരി എന്നാ, ഗുഡ് നൈറ്റ്, ബൈ.